ഇതാ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നമുക്കും ഭയങ്കര സന്തോഷം. എന്താ ഉറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എന്താ പറയണമെന്ന് അറിഞ്ഞൂടാ. ഇതാ ഭയങ്കര സന്തോഷം. വളരെ വളരെ അറിയാം. താങ്ക് യു. നാളെ മിസ്സിലിട്ടാവേ ചായ ക്വാളിഫൈഡായേ. നന്ദി. അതിന് ഭയങ്കര സന്തോഷം. വിവിധയുടെ കരിയർ ഒക്കെ ഉണ്ട്. ഇനി അടുത്ത മെയില് അടുത്ത ഒരു എക്സാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നേടി സക്സസ് ആവും. ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യലാണ്. അത് ഭയങ്കര ഒരു 3-4 പേരെ എടുക്കുള്ളൂ ഷോർട്ട് ലിസ്റ്റ്. അത്രയും നല്ല സത്യം പറഞ്ഞ ശ്വാസം ഇല്ലാതിരിക്കുകയാണ് 30 റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ആയിരുന്നു. ഭയങ്കര വിദ്യയുടെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. സന്തോഷമൊന്നുമില്ല. കറക്റ്റ് സമയത്ത് ഞാൻ ബിബിനെ കോൺടാക്ട് ചെയ്തു. എനിക്ക് കിട്ടി. പ്രാർത്ഥന ദൈവം കേട്ടു. കറക്റ്റ് സമയത്ത് വിബിതയെ കോൺടാക്ട് ചെയ്തില്ല. കറക്റ്റ് സമയത്ത് യൂണിവേഴ്സ് എത്തിക്കേണ്ടവരുടെ അടുത്ത് എത്തിച്ചെന്ന് മാത്രം ഞാനതിൽ കരുതുന്നുള്ളൂ. ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. വളരെ കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന സക്സസ് ആവുന്ന ഒരു എക്സാമിൽ ആ കുട്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, നിങ്ങൾ വിജയിക്ക് തന്നെ ചെയ്യും, വിജയിക്ക് തന്നെ ചെയ്യുന്നത് എനിക്ക് 100% ഉറപ്പായിരുന്നു. നമ്മളതിനു വേണ്ടി പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. അത് ഒരു നിമിത്തം മാത്രമായിട്ട് കണ്ടാൽ മതി. നിങ്ങൾ ആ കുട്ടിയുടെ ഹാർഡ് വർക്ക്, ആ കുട്ടിയുടെ എനർജി അതിന് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് നിന്നു എന്നുള്ളതാണ്. എല്ലാ നെഗറ്റീവ്സും ഒക്കെ മാറ്റി ആ കുട്ടിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അതിന് പറ്റിയ സ്റ്റോൺസാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ലാപ്പിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി വളരെ സ്ട്രോങ് ആയിട്ടാണ് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എനർജി വർക്ക് ചെയ്തത്. അതുകൊണ്ടാണ് എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടന്നത്. ഇനിയും കടമ്പകളില്ലേ, അതെല്ലാം കടമ്പകളൊക്കെ കടക്കാനായിട്ട് ആ സ്റ്റോണിൻ്റെ എനർജി ഭയങ്കരമായിട്ട് ആ കുട്ടിയുടെ എനർജിയെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ലൈഫിൽ നല്ലത് മാത്രമേ വരത്തുള്ളൂ. ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇനി ഗുരുമന്ത്രിയിലേക്ക് വരുന്ന ഓരോ ഓർഡറുകളും എങ്ങനെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന വരെയുള്ള പ്രോസസ്സ് ഞാൻ ഒന്ന് ചുരുക്കി പറയാം. നിങ്ങൾ വാട്സപ്പിലൂടെ ഓർഡർ ചെയ്യുമ്പോൾ അടുത്ത പ്രോസസ്സാണ്, ഒരു സ്റ്റിക്കി നോട്ടിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ആവശ്യം, നിങ്ങൾ എന്ത് സ്റ്റോണാണോ സെലക്ട് ചെയ്തത്, ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കും. നിങ്ങളുടെ ജോബ്, നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്യും. എന്നിട്ട് ഇത് ബോക്സിലാക്കിയിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൂടി ഞാനിതിൽ പറയാം. നമ്മളിത് ആദ്യം തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്യും. അതായത് എനർജൈസിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇതിനൊരു എനർജി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു കൈകളിൽ നിന്നും കൈമാറി വന്ന ഈ ഒരു പ്രൊഡക്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ഈ നെഗറ്റീവ്സ് നമ്മുടെ സ്റ്റോൺസിൽ നിന്നും മാറ്റുന്ന ഒരു പ്രക്രിയ, ഒരു ശുദ്ധീകരണം എന്നാണ് ഇതിനെ വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. നോർമലി മറ്റു പേജുകളിൽ ഇതിനെ എനർജൈസിങ് എന്നാണ് വിളിക്കുന്നത്. കരിങ്ങാലി ബ്രേസ്ലെറ്റും രുദ്രാക്ഷവും നമ്മൾ നെയ്യിലാണ് എനർജൈസ് ചെയ്യുന്നത്. നെയ്യിൽ എനർജൈസ് ചെയ്തതിന് ശേഷം കുറച്ച് ഭസ്മം എടുത്തിട്ട് നല്ലോണം ഒന്ന് റബ്ബ് ചെയ്ത് ഇതിലെല്ലാം എനർജൈസ് ചെയ്യുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ വിഭൂതി കൊള്ളിക്കും. ഇതിൻ്റെ ഒരു ശുദ്ധീകരണം കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നെഗറ്റീവ് എനർജി എല്ലാം മാറിയിട്ടുണ്ട്. ഇനി അടുത്തത് റേക്കി ഹീൽ കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു എനർജൈസിങ് നമ്മൾ ചെയ്യും. ഇതിൽ പോസിറ്റിവിറ്റി കൂട്ടും. അതിനുശേഷമാണ് നമ്മൾ റേക്കി എനർജൈസിങ്ങിലേക്ക് പോകുന്നത്. കരിങ്ങാലി ബ്രേസ്ലെറ്റ് നെയ്യിലാണെങ്കിൽ ഈ സ്റ്റോൺസ് നമ്മൾ നെഗറ്റീവ് എനർജി കളയുന്നത് ഇതേ രീതിയിലാണ് കേട്ടോ. ഉപ്പുവെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് കിടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിരാവിലെ റേക്കി ഹീലിംഗിലേക്ക് പോകും. ശുദ്ധീകരണം കഴിഞ്ഞ് എനർജൈസിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾ ഇതുപോലെ ബോക്സിലാക്കി നിങ്ങളുടെ പേരും ആവശ്യവും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിരാവിലെയാണ് റേക്കി ഹീൽ ചെയ്യുന്നത്. ആ ഒരു പ്രക്രിയയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഓരോരുത്തരുടെയും എടുത്തതിന് ശേഷം നമ്മൾ ഫ്രീ ആയിട്ട് തരുന്ന കരിങ്ങാലി ബ്രേസ്ലെറ്റും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെക്കുന്നുണ്ട്. അതിലും എനർജൈസ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് സിമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പാക്കിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. പാക്ക് ചെയ്യുന്ന സമയത്തും ഒരുപാട് ഓർഡേഴ്സ് ഒരു വീട്ടിൽ തന്നെ ഒരുപാട് പേർക്കുള്ളത് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പേര് മാറിപ്പോവരുത്. ആരുടെ പേരിലാണോ ചെയ്തിരിക്കുന്നത് അവർ തന്നെ മസ്റ്റായിട്ടും അത് ഉപയോഗിക്കണം, മാറിപ്പോവാതിരിക്കാൻ. ഓരോരോ ധരിക്കേണ്ട ആൾക്കാരുടെ പേര് വെച്ചിട്ടാണ് എഴുതി നോട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലിപ്പ് കളയില്ല. ബോക്സിൻ്റെ പിന്നിൽ നമ്മളത് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കാണും. പാക്കിംഗ് കവറിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്ന സമയത്താണ് ഞാൻ ഈ ഒരു സ്റ്റിക്ക് എടുത്ത് മാറ്റുന്നത്. അതുവരെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അതായത് നിങ്ങൾ ഓർഡർ തരുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ പേരിൽ തന്നെ ചെയ്തത് പാക്കിംഗ് കവറിലേക്ക് എത്തുന്നവരെ ആ ഒരു സ്റ്റിക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇത് മാറിപ്പോവാതിരിക്കാനും നിങ്ങളുടെ എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. അത് കറക്റ്റായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ എല്ലാ ശുദ്ധിയോടുകൂടി എത്താൻ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം ടൈം എടുത്ത് ചെയ്യുന്നത്.
ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിങ്ങനെ ബാർകോഡൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കുന്നത്. അതുവരെ ഈ യെല്ലോ കളർ നിങ്ങൾ കാണുന്നത് ഞാൻ നിങ്ങളുടെ പേരിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റിക്കാണ്. ഇതുകൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റും മറ്റു പേജിലും തുടങ്ങാത്തത്. കാരണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇത്രത്തോളം ശുദ്ധിയോട് കൂടിയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്തിക്കാനായിട്ട് കഴിയില്ല. എല്ലാ ശുദ്ധിയോട് കൂടിയിട്ട് വേണം നിങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്താനായിട്ട്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതെല്ലാം പോകാനുള്ള പ്രോഡക്റ്റുകളാണ്. ഇനി കൊറിയർ ബോയ് വന്ന് ഇതെല്ലാം കൊണ്ടുപോകും. പിന്നെ സേഫായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഇതെത്തും. ഇതിനകത്ത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, ഓൺലൈൻ പേയ്മെൻറ്റും ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് ആ സ്ലിപ്പ് എന്ത് ചെയ്യുമെന്നാണ്. ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഓരോ സ്ലിപ്പും ഓരോരുത്തരുടെ ആഗ്രഹമാണ്, അവരുടെ പ്രതീക്ഷയാണ്. അപ്പോൾ ഈ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇത് വിഷ് ബോക്സിൽ വെക്കും. ഒരാഴ്ച ഈ വിഷ് ബോക്സിൽ വെച്ച് റേക്കി സിമ്പിൾസ്, മണി അട്രാക്ഷനുള്ളതും അവർക്ക് ഹാപ്പി ആയിട്ടിരിക്കാനോ അവർക്ക് എനർജി കൊടുക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ കുറച്ച് സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾസ് എല്ലാം വെച്ച് വിഷ് ബോക്സിൽ വെച്ചിട്ട് അത് പ്രാർത്ഥിക്കും. 7 ദിവസം അത് അവിടെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം യൂണിവേഴ്സിലേക്ക് കൊടുക്കും. യൂണിവേഴ്സിലേക്ക് എങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ചാൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിൽ നമുക്ക് കത്തിച്ച് കളയാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലേക്ക് ഒഴുക്കാം. ഞാനിവിടെ ചെയ്യാറ് അത് കത്തിച്ച് കളഞ്ഞതിന് ശേഷം അത് പറപ്പിച്ച് കളയും, യൂണിവേഴ്സിലേക്ക് അത് കൊടുക്കും. യൂണിവേഴ്സിലേക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആഗ്രഹ സഫലീകരണം എന്ന് പൂർത്തിയാകുന്നത് അത്തരത്തിലാണെന്നാണ് വിശ്വാസം. ആദ്യത്തെ കുറച്ച് പേരുടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് റേക്കി ബോക്സിലേക്ക് വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യും. പാക്കിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ടുള്ള ഇതേപോലെ വീണ്ടും നമ്മൾ വിഷ് ബോക്സിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രെയർ ചെയ്യും. അത് വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ അത് വീണ്ടും നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കും. ഇതാണ് ഗുരുമന്ത്രയിൽ ചെയ്യുന്നത്. ഇതിന് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, ഒരുപാട് ടൈമും വേണം. ഗുരുമന്ത്രയെ വിശ്വസിച്ച് വരുന്ന ഓരോ കസ്റ്റമറും നമുക്ക് അത്ര വാല്യുബിൾ ആണ്. ചതിച്ചോ വഞ്ചിച്ചോ പറ്റിച്ചോ അല്ല, ഹാർഡ് വർക്ക് ചെയ്താണ് ഗുരുമന്ത്രയെ ഇത്രയ്ക്ക് എത്തിച്ചത്. ഈ പ്രോഡക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക.